ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മളൊരു പാൻ ആദ്യമായി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള വഴറ്റിയെടുക്കാം. ലേശം ഉപ്പും ചേർത്ത് വഴന്നു വരുന്ന സവോളയിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. നമ്മുടെ സവോളക്കൂട്ട് ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർക്കാം. ഒരുപാട് മസാലക്കൂട്ടുകളൊന്നും നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, ലേശം മഞ്ഞൾപ്പൊടി ഇവയാണ് നമ്മളിതിലേക്ക് ചേർത്ത മസാലക്കൂട്ടുകൾ. പൊടികളൊക്കെ ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് കട്ട്ലേറ്റാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ച ബീഫ് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഈ മസാലക്കൂട്ടിലേക്ക് ഇടാം. ബീഫും നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് പൊട്ടറ്റോ ആണ്. അത് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോ ചെറു ചൂടോടെ അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കാനായി നമ്മൾ മിക്സിയുടെ ജാറൊന്നും ഉപയോഗിക്കേണ്ടതില്ല. നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. നന്നായിട്ട് നമ്മൾ ഉടച്ചെടുത്ത പൊട്ടറ്റോ കൂടി നമുക്ക് വഴന്നു വരുന്ന ബീഫിൻ്റെ കൂട്ടിലേക്ക് ചേർക്കണം. ഇതുപോലെ നമ്മൾ ഉടച്ചെടുത്താൽ മതി. പൊട്ടറ്റോ നമ്മൾ ചെറിയ ചൂടോടെ വേണം ഉടച്ചെടുക്കാൻ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ചേർക്കാം. മസാലകളും പൊട്ടറ്റോയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. വഴന്നു വന്ന ബീഫിൻ്റെ കൂട്ട് നന്നായിട്ട് ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കണം. ഈ സമയം ഈ കട്ട്ലേറ്റിൻ്റെ കൂട്ടിന് ആവശ്യമുള്ള ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ചേർക്കാം. തണുത്ത് വന്ന മസാലക്കൂട്ട് നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്കിതേപോലെ ചെയ്തെടുക്കാം. ആവശ്യമുള്ള കട്ട്ലേറ്റ് പൊരിച്ചിട്ട് ബാക്കി വരുന്നത് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ആവശ്യാനുസരണം ഇഷ്ടമുള്ളപ്പോൾ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനൊരു കോട്ടിംഗ് ആവശ്യമാണ്. അതിനായി നമ്മളൊരു മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. 3-4 റസ്ക് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്ത് ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയിട്ടുണ്ട്. അടിച്ചെടുത്ത മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് തിളച്ച് വരുന്ന എണ്ണയിൽ പൊരിച്ചു കോരണം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി കലക്കി വെച്ച ഈ മുട്ടയിലേക്കൊന്ന് മുക്കി ഈ ബ്രെഡ് ക്രംസിട്ട് മുക്കി നമുക്ക് തിളച്ച് വരുന്ന എണ്ണയിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം. കട്ട്ലേറ്റിൻ്റെ കൂട്ട് എല്ലാം നമുക്കിതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം. ഈ സമയം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കോട്ടിങ്ങിൽ മുക്കിയെടുത്ത കട്ട്ലേറ്റ് നമുക്ക് ഓരോന്നായി പൊരിച്ചു കോരാം. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇതിനായി നമ്മൾ എടുത്തിട്ടുള്ള ചേരുവകളെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തതാണ്. അതിനാൽ ഇതിൻ്റെ കോട്ടിങ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി വെച്ചാൽ കൂട്ടാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ ടേസ്റ്റിയായ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് കോരിയെടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ പാകത്തിന് വേണം നമ്മൾ എടുക്കാൻ. കൂടുതൽ കരിഞ്ഞും പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുമുണ്ട്. എല്ലാം നമുക്കിതുപോലെ പൊരിച്ചു കോരാം. കട്ട്ലേറ്റിൻ്റെ കൂട്ടൊക്കെ ഇങ്ങനെ തയ്യാറാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കോട്ടിങ് ഉണ്ടാക്കി അതിൽ മുക്കി നമുക്കിതേപോലെ പൊരിച്ച് കോരാം. കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചെറിയ കുട്ടികൾക്ക് വരെ ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചെറിയ കുക്കും കൂടെ നമുക്കിവിടെ ഉണ്ട്. തയ്യാറാക്കിയ കട്ട്ലേറ്റിൽ കുറച്ച് മാത്രം നമ്മൾ പൊരിച്ചു, ബാക്കി നമുക്കിവിടെ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൊരിച്ചു കോരാം. നമ്മുടെ ചെറിയ കുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്.